ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു ആണെങ്കിൽ കല്യാണിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കല്യാണിയുടെയും കിരണിന്റെയും പ്രീതി ഇഷ്ടം നേടാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സരയു ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവൾക്ക് വെറുക്കപ്പെട്ട മനോഹറിന്റെ അരികിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ജയിലിലോട്ട് പോയി അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനോഹറിനാണെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ, വിശ്വസിക്കാൻ കഴിയാതെ അവനങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അവനെ ഒരു ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവനോടൊരു കനത്ത വാക്കുകൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ അവനെ സന്തോഷിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് കണ്ട് നമ്മുടെ മനോഹർ വിശ്വസിച്ച് പോകുന്നുണ്ട്. മനോഹറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്തായാലും മനോഹർ ആ സന്തോഷം ജയിലിൻ്റെ അകത്തേക്ക് പോയി പ്രകാശനെ അറിയിക്കുകയും ചെയ്യുകയാണ്. പ്രകാശനും പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും മാറി, ഇനി എന്തായാലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെടാ, നിനക്ക് ഇനി പുറത്തിറങ്ങിയാലും നിനക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കാം എന്നിങ്ങനെ പറയുന്ന സമയത്ത് മനോഹർ തന്നെ പറയുന്നുണ്ട്, കിരൺ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടുതൽ കിരൺ സാറിൻ്റെ വീട്ടിൽ താമസിച്ചോളാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, അതല്ലടാ, നിനക്ക് എന്തായാലും അവർ വേറൊരു വീട് സ്വന്തമായിട്ട് വെച്ച് തരും, അപ്പോൾ നിനക്ക് സരയുനും കുഞ്ഞിനും അവിടെ താമസിക്കാം, ഇനി എന്തായാലും നിനക്ക് നല്ല കാലമാണടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്ത് പ്രകാശനും പറയുകയാണ്, എനിക്കും പുറത്തിറങ്ങിയാൽ ഇനിയിപ്പോൾ ആരെയും പേടിക്കണം, എന്നാലും എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ നോക്കി ഇതിൻ്റെ ഇടയിൽ അതാരാണെന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല, എൻ്റെ മോൾക്ക് ശത്രുക്കൾ ഇനിയുമുണ്ടോ, എന്തായാലും ആ വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവിടെ അങ്ങനെ സംസാരിച്ച് നിൽക്കാണ്. സരയു വിക്രത്തിന്റെ കൂട്ടുകാരന്മാരോട് വീണ്ടും സഹായം ചോദിച്ചെങ്കിലും അവര് കൈയൊഴുകുകയാണ് ചെയ്തത്. ഈ ഞങ്ങൾക്ക് സഹായിക്കാനൊന്നും പറ്റില്ല, പക്ഷേ ഞങ്ങൾ പറയുന്ന പണം നിങ്ങൾ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. എന്തിനാ ഞാൻ നിങ്ങൾക്ക് പണം തരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ചെയ്തില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം, അതായത് കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളാണെന്ന്, സരയു ആണെന്നുള്ള കാര്യം ഞങ്ങൾ ആരോടും പറയാതിരിക്കണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം തരണമെന്ന് ഭീഷണിപ്പെടുത്തുന്ന പ്രകാരം സരയു പെട്ടുപോവുകയാണ്. അവളുടെ കയ്യിലുള്ള താൽക്കാലിക പൈസയ്ക്ക് കൊടുത്ത് അവരെ അങ്ങനെ ഒഴിവാക്കുകയാണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിച്ച് പണം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു ഗുണ്ടയെ എന്തായാലും ഇത് കല്യാണിയെ കൊല്ലാനുള്ള കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് സരയുവിന് വ്യക്തമായി മനസ്സിലാവുകയാണ്. അതിനി താൻ തന്നെ മുന്നിട്ടിറങ്ങണം. അങ്ങനെയാണല്ലോ ആ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തിയിട്ട് അവിടെ നിന്നും കല്യാണിയെ തട്ടിയിടാൻ നോക്കിയതും അപ്പോഴേക്കും അവിടേക്ക് കിരൺ വന്ന് തലനാരിഴയ്ക്ക് കല്യാണി രക്ഷപ്പെടുന്നതും. പക്ഷേ എല്ലാവരും കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് സരയുവിൻ്റെ ഈ ഒരു മാറ്റം, കല്യാണിയും കിരണും അതുപോലെ മറ്റെല്ലാവരും. പക്ഷേ ഒരേ ഒരു ആൾ മാത്രമാണ് നമ്മുടെ സരയുവിനെ സംശയിക്കുന്നത്. അത് മറ്റാരുമല്ല, രതീഷാണ്. രതീഷ് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഈ സരയുവിൻ്റെ മാറ്റം നിങ്ങൾ ആരും വിശ്വസിക്കരുത്, സരയു അവള് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ. കാരണം കല്യാണി അന്നൊരു ദിവസം സൈറ്റിലേക്ക് പോയപ്പോൾ അവളുടെ അച്ഛൻ അവിടെ വന്ന് കല്യാണിയെ കുത്തി. അയാൾ എങ്ങനെ അറിഞ്ഞു കല്യാണി അവിടെ വരുന്ന കാര്യം? അതുപോലെ തന്നെ കല്യാണി സൈറ്റിലേക്ക് മറ്റൊരു ദിവസം സൈറ്റിലേക്ക് പോയപ്പോൾ അവൾ എന്തിനാ കൂടെ പോയത്, അവൾക്ക് എന്താ ആവശ്യം അവിടെ, അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴും കല്യാണിയും അതുപോലെ കിരണും സരയുവിനെ ന്യായീകരിച്ച് സംസാരിക്കുകയും രതീഷിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രതീഷേട്ടന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അവളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് കല്യാണിക്ക് കിരൺ സാറിൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ അവളുടെ അച്ഛനെ കാട്ടിൽ കൊണ്ടുപോയി കൊന്ന കാര്യമൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് ആ ഒരു ദേഷ്യമൊക്കെ അവളുടെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും സൂക്ഷിക്കണം കല്യാണി എന്നിങ്ങനെ പറയുമ്പോൾ രതീഷേട്ടനൊന്നും മിണ്ടാതിരുന്നേ, അതൊന്നുമല്ല. അപ്പോഴും രതീഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ താര ആന്റിയുടെ വിഷമം എന്താണെന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, മനസ്സിലാവാനൊന്നുമില്ല, അത് സരയു തന്നെയാണ്. അപ്പോൾ സരയുവിൻ്റെ ആദ്യത്തെ സ്വഭാവം തിരിച്ചു വന്നിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് ഞങ്ങളോട് അത് തുറന്ന് പറഞ്ഞൂടെ എന്ന് കല്യാണിയും കിരണും ചോദിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും പറയില്ല, കാരണം സ്വന്തം മകള് തന്നെ അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവരാരും വിശ്വസിക്കുന്നില്ല കേട്ടോ നമ്മുടെ രതീഷിൻ്റെ വാക്കുകളൊന്നും തന്നെ. എങ്കിലും കാർത്തിക പറയുന്നുണ്ട്, സരയുമായിട്ടുള്ള കൂട്ട് വേണ്ട കേട്ടോ, അവളുമായിട്ട് ഒരിക്കലും പോകണ്ട, അപകടം മുന്നേ കണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറണം, ആരാണ് എന്താണെന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന സരയു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് താരയെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ചൂടുള്ള ചായ മുഖത്തേക്ക് ഒഴിക്കുകയും മുടി കുത്തനെ പിടിച്ച് അവളെ തല്ലുകയും അങ്ങനെ പല ഉപദ്രവങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടും കേട്ടും സഹിച്ച് അങ്ങനെ നിൽക്കുകയാണ് താര.
പക്ഷെ അപ്പോഴും കല്യാണിയെ കൊല്ലണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം. എന്നിട്ട് അവൾക്ക് ജ്യൂസിൽ അവൾ കുടിക്കുന്ന ജ്യൂസിൽ ഇത്തിരി വിഷം കലക്കി ഞാനത് തയ്യാറാക്കി തരാം, ഒരു പൊടി അത്രയേ ഉള്ളൂ, അത് കലക്കി കൊടുത്താൽ മതി, ബാക്കിയുള്ളതൊന്നും നിങ്ങൾ അറിയണ്ട. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വന്തം മകളല്ല ഞാൻ, നിങ്ങൾ നൊന്ത് പ്രസവിച്ച മകളല്ല ഞാൻ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ താര അതിലങ്ങ് വീഴുകയാണ്. സ്വന്തം മകളോടുള്ള സ്നേഹം, എത്ര വലിയ ക്രൂരതയാണ് പറഞ്ഞതെങ്കിൽ പോലും മകളുടെ സ്നേഹം, അത് അവള് കല്യാണിയുടെ സ്നേഹം കാണാതെ അങ്ങ് ആ ഒരു വലിയ ക്രൂരകൃത്യം ചെയ്യുകയാണ്. അവളെ വിളിച്ചു വരുത്തി അവളെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണിക്കാണെങ്കിൽ താരയാൻറ്റിയുടെ മനസ്സിൽ എന്താണാവോ എന്നുള്ള രീതിയിലൊക്കെയാണ്, വലിയ സന്തോഷത്തോടെ വരുന്നുണ്ട്, ഒറ്റയ്ക്കാണ് വരുന്നത്. അങ്ങനെ താരയാൻറ്റി അതിൽ ജ്യൂസിൽ കുറച്ച് പൊടി കലക്കി മിക്സ് ചെയ്ത് അവൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുടിക്കണ സമയത്തും താരയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കല്യാണിയുടെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു പ്രയാസം, അവൾക്കായ ജ്യൂസ് കുടിച്ചതിന് ശേഷം തൊണ്ടയിലൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ശരീരം തളരുന്ന പോലെയൊക്കെ തോന്നി. അവളുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് താഴെ വീഴുന്നുണ്ട്, കല്യാണിയുടെ കയ്യിൽ നിന്നും. അതുപോലെ തന്നെ താര പെട്ടെന്ന് ഞെട്ടി അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാണ്. കല്യാണി ഓൺ ദ സ്പോട്ട് അപ്പം തന്നെ അവൾ അവിടെ തളർന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. അവളുടെ കുരക്കിൽ ഇങ്ങനെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത ഒരു പ്രയാസം. പക്ഷേ അങ്ങനെ അവള് ഒരു പക്ഷേ ഇത് നമ്മുടെ വീണ്ടും സരയുവിൻ്റെ സ്വപ്നമായിരിക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ കല്യാണിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെയായി തന്നെ കിരണൊക്കെ എത്തും. കിരൺ ഇവിടെ നിന്നാണ് ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതെന്ന് അറിഞ്ഞാൽ താരയെ പിടികൂടും. താരയെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ താരയെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്താ സംഭവിച്ചത് എന്ന് താരയെ ക്വസ്റ്റ്യൻ ചെയ്ത് അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഉടനെ തന്നെ സരയും പിടിയിലാകും. സരയു പിടിയിലായാൽ സരയുവിൻ്റെ കാര്യം പിന്നെ നോക്കണ്ട, എല്ലാവരും തല്ലി അവളെ അവിടെ നിന്നും ഒതുക്കി അവൾ അവിടെ നിന്നും പറഞ്ഞു വിടും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പോലും ഇത്രയും വലിയൊരു വിഷമായിരുന്നു, അവളൊരു മനുഷ്യ സ്ത്രീ അല്ല എന്നൊക്കെ നമ്മുടെ കിരൺ തന്നെ പറയുന്നുണ്ട്. കിരൺ തന്നെ സരയുവിൻ്റെ കരണക്കുറ്റി നോക്കി അടിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ടവൻ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവൻ തന്നെ അടിക്കുമ്പോൾ സരയു തകർന്നു പോവുകയാണ്. അങ്ങനെ ഒരു പിശാചിനെ ആ വീട്ടിൽ നിന്നും ആ കമ്പനിയിൽ നിന്നും അടിച്ചിറക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴും രതീഷ് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവളെ എന്ന് പറഞ്ഞിട്ട് കല്യാണിയെയും കിരണിനെയൊക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൺമണി മോളെ അവരെ വിട്ടുകൊടുക്കുന്നില്ല. അവളെ അവിടെ തന്നെയാണ് വളർത്തുന്നത്, കിരണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം. അതുപോലെ തന്നെ മനോഹറും ഈ ഒരു വാർത്ത കേട്ടൊക്കെ ഞെട്ടിപ്പോകുന്ന രംഗങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.